വയനാട് പുൽപ്പള്ളിയിൽ നടപ്പിലാക്കാൻ പോകുന്ന കടമാൻതോട് പദ്ധതിയെ തെരഞ്ഞെടുപ്പ് ചർച്ചയാക്കാൻ ഒരുങ്ങി ആക്ഷൻ കമ്മിറ്റി. പദ്ധതിക്കായി പൂർത്തീകരിച്ച സർവേ റിപ്പോർട്ട് പുറത്തുവിടാത്തതിനെതിരെയും പ്രതിഷേധം ശക്തമാണ്. പൊതുജനങ്ങളെ ബാധിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് പുറത്തുവരുന്നത് എങ്കിൽ പദ്ധതി അനുവദിക്കില്ല എന്ന നിലപാടിലാണ് പഞ്ചായത്ത്. കബനി നദിയുടെ ജലത്തിൽ കേരളത്തിന് അവകാശപ്പെട്ട വിഹിതം ഉപയോഗപ്പെടുത്തുന്നതിനും പുൽപ്പള്ളി മുള്ളൻകൊല്ലി പഞ്ചായത്തുകളിൽ വേനലിലും ജലലഭ്യത ഉറപ്പുവരുത്തുന്നതിനും വിഭാവനം ചെയ്തതാണ് കടമാൻതോട് പദ്ധതി. പദ്ധതിയുമായി ജലവിഭവ വകുപ്പും സർക്കാരും മുന്നോട്ടു പോകുന്നതിനോട് പുൽപ്പള്ളിയിലെ ബഹുഭൂരിഭാഗം ജനങ്ങൾക്കും വിയോജിപ്പുണ്ട്. ജനങ്ങളെ ബാധിക്കുന്ന വലിയ പ്രശ്നങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് ഇതേതോ ഒരു ട്രൈബ്യൂണലിൽ വിധിയുണ്ട്, ഇവിടെ 21 TMC വെള്ളം കേരളത്തിൽ ഉപയോഗിക്കാം, ആ വെള്ളം തടഞ്ഞു നിർത്തേണ്ടത് ഇവിടെയാണ്. ഈ ഞങ്ങൾ നല്ല മനോഹരമായ പ്രദേശത്ത് ഒരു വലിയ ഡാം ഉണ്ടാക്കണമെന്ന് പറയുന്നത് ഞങ്ങൾ ശക്തമായി എതിർക്കും. കടമാൻതോട് പദ്ധതിക്ക് DPR തയ്യാറാക്കുന്നതിന് സർക്കാർ ഭരണാനുമതി നൽകിയ വിവരം പുറത്തുവന്നതോടെ പ്രതിഷേധം കടുപ്പിക്കാൻ ഒരുങ്ങുകയാണ് ആക്ഷൻ കമ്മിറ്റി. ഒരുപാട് സമരങ്ങൾ ഞങ്ങൾ ചെയ്തു. പക്ഷേ അധികാരികൾ നമ്മളുടെ സമരത്തെയൊക്കെ വളരെ നിർദാക്ഷിണ്യം പിന്തള്ളുന്ന ഒരു കാഴ്ചയാണ് നാളിതുവരെ നമ്മൾ കണ്ടിട്ടുള്ളത്. ഇത്തരത്തിൽ ആളുകൾ സുഗമമായി ജീവിക്കുന്ന, സന്തോഷത്തോടെയും സമാധാനവുമോടെ ജീവിക്കുന്ന ഈ പ്രദേശത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി സേവ് പുൽപ്പള്ളി ഇനിയും തുടർ സമരങ്ങൾ ശക്തമായിട്ട് ചെയ്യാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. പുൽപ്പള്ളി ടൗണിനെ പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള പദ്ധതിയാണിതെന്നാണ് ഒരു വിഭാഗം ആളുകൾ പറയുന്നത്. ഇവിടെയുള്ള നിരവധി ചർച്ചുകൾ, നിരവധി സ്കൂളുകൾ, അതേപോലെ വ്യാപാര സ്ഥാപനങ്ങൾ, അമ്പലങ്ങൾ, അതേപോലെ തന്നെ ആദിവാസി സെറ്റിൽമെന്റുകൾ, ഇങ്ങനെയുള്ള പിന്നെ പുൽപ്പള്ളി ടൗണിനോട് ചേർന്ന് കിടക്കുന്ന ജനവാസ കേന്ദ്രമായിട്ടുള്ള മീനംകൊല്ലി അടങ്ങുന്ന പ്രദേശങ്ങൾ മുഴുവൻ വെള്ളത്തിനടിയിലാവും. കടമാൻതോട് പദ്ധതിയുടെ ഭൂതല ലിഡാർ സർവേ നേരത്തെ പൂർത്തിയായതാണ്. 2023 നവംബറിലാണ് ലിഡാർ സർവേ അവസാനിച്ചത്. ജലവിഭവ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ ഡൽഹി ആസ്ഥാനമായുള്ള സ്വകാര്യ കമ്പനിയാണ് സർവേ നടത്തിയത്. എന്നാൽ സർവേ റിപ്പോർട്ട് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ദൗർഭാഗ്യവശാൽ നാളിതുവരെ അതൊരു DPRലേക്ക് പോകുമ്പോൾ നാളിതുവരെ സർവേയുടെ റിപ്പോർട്ട് ഇവിടെ പ്രസിദ്ധപ്പെടുത്താൻ വേണ്ടി ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് തയ്യാറായിട്ടില്ല. അപ്പൊ ജനങ്ങളെ ബോധ്യപ്പെടുത്തി തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും അതുപോലെ നിയമസഭാ സാമാജികരും സർവകക്ഷി അംഗങ്ങളും പങ്കെടുത്തൊരു യോഗത്തിലെടുത്ത തീരുമാനം നടപ്പിലാക്കുന്നതിന് വേണ്ടി ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന് സാധിച്ചിട്ടില്ല. കബനി ജലം പ്രയോജനപ്പെടുത്തുന്നതിന് ചെറുകിട കുടിവെള്ള ജലസേചന പദ്ധതികളാണ് ആവശ്യമെന്ന് പുൽപ്പള്ളിയിലെ ജനങ്ങൾ പറയുന്നു. പുൽപ്പള്ളിയിൽ വരാനിരിക്കുന്ന കടമാൻതോട് പദ്ധതിക്ക് 4 പതിറ്റാണ്ടിന്റെ പഴക്കമുണ്ട്. പുൽപ്പള്ളി ടൗൺ ഇല്ലാതാകുന്നതോടൊപ്പം 100 കണക്കിന് കുടുംബങ്ങളെ പദ്ധതി ബാധിക്കുമെന്നാണ് നാട്ടുകാരും സമരസമിതിയും പറയുന്നത്. പദ്ധതി ഉപേക്ഷിച്ചില്ലെങ്കിൽ തിരഞ്ഞെടുപ്പിനുൾപ്പെടെ ഈ വിഷയം കൊണ്ടുവരാനാണ് ഇവരുടെ തീരുമാനം. ക്യാമറ പേഴ്സൺ ബബീഷ് കൊക്കോടിക്കൊപ്പം ഫൈസൽ നെടുമ്പാല, മീഡിയ 1, വയനാട്.